കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അഡിനോയിഡിന്റെ പ്രശ്നം അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവയുടെ ലക്ഷണങ്ങൾ? എപ്പോഴും വായ തുറന്നിരിക്കുക, ഉറങ്ങുന്ന സമയത്താണെങ്കിൽ വായ തുറന്നുറങ്ങുക, പല്ലുകൾ ഊരി വരിക, പല്ലിന്റെ അലൈൻമെന്റിൽ തന്നെ വ്യത്യാസം വരിക, അതുപോലെ മുഖം കൂടുതൽ നീളം നിൽക്കുന്നതായിട്ട് തോന്നുക, അതുപോലെ അവരുടെ മുഖം എപ്പോഴും ഒരു മങ്ങിയ മുഖഭാവമായിരിക്കും, അതുപോലെ ഡാർക്ക് സർക്കിൾസ്, കണ്ണിന് ചുറ്റിലും ഡാർക്ക് സർക്കിൾസ് കാണും. ഇതെല്ലാം അവരുടെ മുഖത്ത് മാത്രം വരുന്ന വ്യത്യാസങ്ങളാണ്. അതിന് പുറമെ തന്നെ അവർ ഉറങ്ങുമ്പോൾ എപ്പോഴും കൂർക്കം വലിക്കുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് വരിക, പനി, ജലദോഷം, തൊണ്ടവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വരിക, അതുപോലെ തന്നെ ചെവി വേദന, ചെവിയിൽ നിന്നും ഡിസ്ചാർജസ് പോലെയുള്ള സംഭവങ്ങൾ വരിക, അതുപോലെ ചില കുട്ടികളിൽ കേൾവി കുറവ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ വായിൽ നിന്നും ബാഡ് സ്മെല്ല് വരിക, ചുണ്ടുകൾ വിണ്ട് കയറുക, അതുപോലെ പഠനത്തിൽ ബാക്കോട്ട് നിൽക്കുക, കോൺസെൻട്രേഷൻ കുറയുന്നത് പോലെ തോന്നുക, ഇവയെല്ലാം ചിലപ്പോൾ അഡിനോയിഡിന്റെ ലക്ഷണങ്ങളായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ നേടുക. കാരണം ചികിത്സിച്ചാൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് അഡിനോയിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ.